അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റമദാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് റമദാൻ വന്നെത്തിയിരിക്കുന്നു, അനുഗ്രഹീതമായ മാസം. ഈ മാസത്തിൽ നോമ്പെടുക്കാൻ അള്ളാഹു നിങ്ങളെ നിർബന്ധിച്ചിരിക്കുന്നു. സ്വർഗവാതായനങ്ങൾ ഈ മാസത്തിൽ തുറക്കപ്പെടുന്നതാണ്. ജഹീം എന്ന നരകത്തിൻ്റെ വാതിലുകൾ ഈ മാസത്തിൽ അടക്കപ്പെടുന്നതാണ്. പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടുന്നതാണ്. ഈ മാസത്തിൽ ഒരു രാത്രിയുണ്ട് 1000 മാസത്തേക്കാൾ ഉത്തമമായ. ഈ മാസത്തിൻ്റെ നന്മകൾ തടയപ്പെട്ടവൻ തന്നെയാകുന്നു. പ്രിയ സഹോദരങ്ങളെ, റമദാൻ വീണ്ടും നമ്മിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിൻ്റെയും പൂക്കാലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ സ്വർഗവാതിലുകൾ മലർക്കേ തുറക്കപ്പെടുകയും നരകവാതിലുകൾ എന്നേക്കുമായി അടക്കപ്പെടുകയും ചെയ്യുന്ന മാസം. പിശാചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ ഒളിഞ്ഞിരിക്കുന്ന മാസം. എന്നാൽ ഈ മാസത്തിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പാഴാക്കുന്നവരെക്കുറിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസത്തിലെ നന്മകൾ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ അവൻ തന്നെയാണ് തടയപ്പെട്ടവൻ. എത്ര ഭയാനകമാണ് ഈ വാക്കുകൾ! എത്ര ഭീകരമാണ് ഈ വാക്കുകൾ, അഥവാ ആ വാക്കുകളുടെ അർത്ഥം! ഈ റമദാനിൽ നാം ഓരോ നിമിഷവും സ്വർഗത്തിലേക്കുള്ള പാതയായി മാറ്റേണ്ടതുണ്ട്. ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ നൽകിയും പ്രാർത്ഥനകളിൽ മുഴുകിയും നാം ഈ മാസത്തെ ധന്യമാക്കണം. നാം എന്തെല്ലാം തെറ്റുകളാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റുകളെ ഓർത്തുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് പശ്ചാത്തപിക്കുവാനും അള്ളാഹുവിനോട് പൊറുക്കുവാൻ തേടുവാനും ഈ മാസം ഉപയോഗിക്കുക. ഈ റമദാനിൽ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതിക്കായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുക. റമദാനിൻ്റെ ഓരോ രാവും പകലും നമുക്ക് വിലപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം തേടിയെത്തുന്ന ഈ മാസത്തിൽ, അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ തേടി വന്നുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുകയാണ്. നിങ്ങൾ പശ്ചാത്തപിക്കാൻ തയ്യാറുണ്ടോ, നന്മയിൽ മുന്നേറാൻ തയ്യാറുണ്ടോ എന്ന് ഈ മാസം നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെയുള്ള ഈ മാസത്തിൽ നാം ഓരോരുത്തരും പരമാവധി നന്മകൾ ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ലോകത്തിനും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ചുറ്റുപാടിനും നമ്മുടെ കുടുംബത്തിനും ഓരോ മുസൽമാനും വേണ്ടി പ്രാർത്ഥിക്കുക. എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ള സമയമാണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. റമദാനിൻ്റെ ഓരോ നിമിഷവും അമൂല്യമാണ്. കൊഴിഞ്ഞു പോയാൽ പിന്നെ അത് ലഭിക്കുന്നതല്ല സഹോദര. ഈ മാസത്തിൻ്റെ പുണ്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.